പ്രധാന വാർത്തകൾ. നടൻ സിദ്ദിഖിന് കേളി പ്രതിഭാ പുരസ്കാരം. ബെന്യാമിൻ സമ്മാനിച്ചു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിന് പ്രവാസ ലോകത്തിന്റെ ആദരം. ദമ്മാം. പ്രശസ്ത നടൻ സിദ്ദിഖിന് ദമ്മാം കെലി ദമ്മാം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കേളി പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. പ്രശസ്ത സാഹിത്യകാരനും കേളിയുടെ മുഖ്യരക്ഷാധികാരിയുമായ ബെന്യാമിനിൽ നിന്നും സിദ്ദിഖ് പുരസ്കാരം ഏറ്റുവാങ്ങി. ദമ്മാമിൽ സംഘടിപ്പിച്ച പ്രത്യേക സാംസ്കാരിക സമ്മേളനത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം. സമഗ്ര സംഭാവനകൾക്ക് ആദരം. കല, നാടകം, ഹ്രസ്വചിത്രം എന്നീ മേഖലകളിൽ പ്രവാസലോകത്തും ഇന്ത്യൻ സിനിമാരംഗത്തും നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് സിദ്ദിഖിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതെന്ന് കേളിയുടെ സാംസ്കാരിക വിഭാഗം അറിയിച്ചു. പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1983-ൽ നോക്കെത്താദൂരത്ത് കണ്ണും എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സിദ്ദിഖ് 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ്. ഹാസ്യവേഷങ്ങളിലൂടെ ശ്രദ്ധ നേടി. പിന്നീട് സ്വഭാവ നടനായും വില്ലൻ കഥാപാത്രങ്ങളായും അദ്ദേഹം മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ തന്റെ അഭിനയ മികവ് തെളിയിച്ചു. ഗോഡ്ഫാദർ, കിലുക്കം, നരസിംഹം, കയ്യൊപ്പ് തുടങ്ങി നൂറുകണക്കിന് ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ശ്രദ്ധേയമാണ്. സംസാരിക്കുന്നയാൾ. ബെന്യാമിന്റെ വാക്കുകൾ. പുരസ്കാരം നൽകിയ ശേഷം സംസാരിച്ച ബെന്യാമിൻ, പ്രവാസ ജീവിതത്തിൽ കലയും സാഹിത്യവും നൽകുന്ന സ്വാധീനത്തെക്കുറിച്ച് വിശദീകരിച്ചു. സിദ്ദിഖിനെപ്പോലെ ഒരു ബഹുമുഖ പ്രതിഭയെ ആദരിക്കുന്നത് പ്രവാസ ലോകത്തെ കലാകാരന്മാർക്ക് വലിയ പ്രചോദനമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കേളി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. കേളി സെക്രട്ടറി സ്വാഗതവും സാംസ്കാരിക വിഭാഗം കൺവീനർ നന്ദിയും രേഖപ്പെടുത്തി. വിവിധ മേഖലകളിലെ കലാപ്രവർത്തകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂ സിറ്റി, തിരുവനന്തപുരം.